Good morning everyone. Welcome to Vinny's Kitchen. അപ്പോൾ നിങ്ങളെല്ലാവരും വിഷു ആഘോഷിച്ചു എന്ന് പ്രതീക്ഷിക്കുന്നു. അടിപൊളിയായിട്ട് ഇവിടെയും എല്ലാവരും സൂപ്പറായിട്ടുള്ള രീതിയിൽ നമ്മളും ഒക്കെ വിഷു ആഘോഷിച്ചു. അപ്പോൾ ഇതാ നിങ്ങൾക്ക് വേണ്ടി വിഷു ദിവസം വിഷു കണി തൊട്ട് എല്ലാം തന്നെ ഞാൻ കാണിച്ചു തരാണ്. എന്തൊക്കെയാണെന്നുള്ളതൊക്കെ എല്ലാം കൂടി കമ്പൈൻ ചെയ്തിട്ടൊരു വീഡിയോ ആയിട്ടാണ് കാണിച്ചു തരുന്നത്. അപ്പോൾ രാവിലെ തന്നെ നേരത്തെ നമ്മൾ തലേദിവസം തന്നെ എല്ലാ കാര്യങ്ങളും ചെയ്തു വെച്ചു. അത് കഴിഞ്ഞതിന് ശേഷം രാവിലെ നേരത്തെ പുലർച്ചെ നമ്മളിതാ ഇതുപോലെയാണ് കണി ഒരുക്കിയിട്ടുണ്ടായിരുന്നത്. കണി ഒരുക്കി കഴിഞ്ഞതിന് ശേഷം ഓരോരുത്തരെ ആയിട്ടുള്ള രീതിയിൽ നമ്മൾ കൊണ്ടുവന്നു കാണിച്ചു. അപ്പം എന്താണ് പറയുക, മനു ഇപ്രാവശ്യം നമ്മൾ ഒരുമിച്ചുള്ള വിഷുവിന് ഇതാണ്. ഇനിയിപ്പോൾ ഓഗസ്റ്റിൽ പോയി കഴിഞ്ഞാൽ വിഷു സമയത്തൊക്കെ അവന് വരാൻ പറ്റുമോ എന്ന് നമുക്കറിയില്ല. സോ അതൊരു കുറച്ചൊരു ഇമോഷണൽ ആയിട്ടുള്ള ഒരു ഫീലിംഗ് ഉണ്ടായിരുന്നെങ്കിലും അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ നല്ലൊരു കാര്യം നമ്മുടെ മോൻ പഠിക്കാൻ പോണു എന്നുള്ളൊരു സന്തോഷം. സോ ഇതാ കണ്ണേട്ടൻ കിച്ചാപ്പൂനെ കൊണ്ടുവന്നു. ആദ്യം ഞാൻ കണ്ണേട്ടനെ കൊണ്ടുവന്നു. അത് കഴിഞ്ഞതിന് ശേഷമാണ് കിച്ചാപ്പൂനെ കണ്ണേട്ടൻ കൊണ്ടുവന്നത്, ഞാൻ മനുവിനെ കൊണ്ടുവന്നത്. അങ്ങനെ നല്ലൊരു വർഷം എല്ലാവർക്കും ഞാൻ വിഷ് ചെയ്യുന്നു. എല്ലാം നിങ്ങളുടെ ആഗ്രഹപ്രകാരം നടക്കുന്ന വിചാരിച്ച കാര്യങ്ങളെല്ലാം തന്നെ ഈ കൊല്ലമെങ്കിലും നമ്മൾ നടത്തി കാണിക്കണം എന്നുള്ള വാശിയോട് കൂടിയിട്ട് പോവുക. ഓക്കെ, ബാക്കിയുള്ള എല്ലാവരും പോയി കിടന്നു. ഞാൻ എൻ്റെ മോർണിംഗ് ഡ്രിങ്ക് തുടങ്ങി. എന്താ വെച്ചാൽ ഇന്ന് എനിക്ക് വലിയൊരു ദിവസമാണ്. ബിക്കോസ് എനിക്ക് വിനീസ് കിച്ചൺ ഹോസ്പിറ്റാലിറ്റി മാനേജ്മെൻറ്റ് ആൻഡ് കേറ്ററിംഗ് സർവീസിൻ്റെ ആദ്യത്തെ വിഷു സദ്യയാണ് ഇന്ന് ചെയ്യാൻ പോകുന്നത്. സോ അതുകൊണ്ട് തന്നെ എനിക്കിന്ന് വലിയൊരു ദിവസമാണ് എൻ്റെ മുന്നിലുള്ളത്. സോ ഞാൻ കിടന്നില്ല, ഞാൻ എൻ്റെ കണ്ടിന്യൂ ചെയ്തു. ഒരുപാട് പേര് എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഏത് ജ്യൂസറാണ് യൂസ് ചെയ്യണമെന്നുള്ളത്. ഞാനിത് കുറേ കാലമായി യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട്. ഇത് ഫിലിപ്സിൻ്റെ ജ്യൂസറാണ്. ഞാൻ പ്രിഫർ ചെയ്യുന്നത് ഓരോ പാർട്ടും എനിക്കിങ്ങനെ അഴിച്ചഴിച്ചിട്ട് വേണം, എന്നാൽ മാത്രമേ ഡിഷ് വാഷറിൻ്റെ ഉള്ളിൽ കറക്റ്റായിട്ട് ഇത് പോയി ഇരിക്കുള്ളൂ. അത് പോയി ഇരിക്കൽ മാത്രമല്ല നമുക്ക് വൃത്തിയാക്കാൻ പറ്റുള്ളൂ. ഒറ്റയടിക്ക് ഒറ്റ ജാറായിട്ടുള്ള രീതിയിൽ വാങ്ങിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ വൃത്തിയാക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. ഇങ്ങനെയാണ് എൻ്റെ ജ്യൂസർ ഉള്ളത്. അപ്പോൾ എല്ലാ കാര്യം പ്രിപ്പയർ ചെയ്ത് വെച്ചു. ക്ലെൻസർ ഇപ്പോഴും കണ്ടിന്യൂ ചെയ്യുന്നുണ്ടോ എന്ന് ചോദിച്ചവരോട്, ക്ലെൻസർ ഒരു മോർണിംഗ് ഡ്രിങ്കായി ഇപ്പോഴും ഞാനത് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതങ്ങനെ ഒരു ശീലമായി. അപ്പോൾ പിന്നെ ഞാനത് അങ്ങോട്ട് വിട്ടില്ല. പൊതുവേ ഞാനൊരു 10 ദിവസം ചെയ്ത് നിർത്താറാണ് പതിവ്. പക്ഷേ ഇപ്രാവശ്യം ഞാനതങ്ങനെ കണ്ടിന്യൂ ചെയ്തു. എന്താ വെച്ചാൽ എനിക്ക് നല്ലോണം അത് അങ്ങോട്ട് ബോധിച്ചു. മനസ്സിലായില്ലേ? ഞാൻ 10 ദിവസം ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന എഫക്റ്റിനെക്കാട്ടിലും ദിവസം അത് റുട്ടീനാക്കുന്ന സമയത്ത് നമ്മുടെ ബോഡിക്ക് ഉണ്ടാവുന്ന ആ ഒരു ഡിഫറൻസ് എനിക്ക് ഭയങ്കരമായിട്ട് ബോധിച്ചു. ബ്ലോട്ടിങ് ഉണ്ടാവുന്നില്ല. അതേമാതിരി തന്നെ നമുക്ക് അൺനെസസറി ആയിട്ടുള്ള ഷുഗർ ക്രേവിങ്സ് ഇല്ല, ഇൻസുലിൻ സ്പൈക്സ് ഇല്ല. എനിക്കെല്ലാം കൊണ്ടും ഇത് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു ടേസ്റ്റുമാണ്. അതായത് ആദ്യമൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ഇത് അക്സെപ്റ്റ് ചെയ്യാനായിട്ട്. പക്ഷേ അത് കഴിഞ്ഞതിന് ശേഷം ഇത്രയും ക്വാണ്ടിറ്റി ഞാൻ എപ്പോഴും കുടിച്ചു തീർക്കും. ഒറ്റടിക്കാണോ ചോദിച്ചാൽ അല്ല. ആദ്യം ആ ഒരു ഗ്ലാസ് കുടിക്കും, പിന്നെ ഇതിനെ എടുത്ത് ഫ്രിഡ്ജിൽ വയ്ക്കും. അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ എനിക്ക് എപ്പോഴൊക്കെയാണോ ദാഹിക്കുന്നത് ഞാൻ ആ സമയത്തൊക്കെ ഈ ഒരു ജ്യൂസ് തന്നെയാണ് കുടിക്കാറുള്ളത്. അത് കഴിയുന്നവരിക്കും. സോ ആ ഒരു വലിയ പാത്രവും ഒരു ഗ്ലാസും ഇങ്ങനെയാണ് ഇപ്പം ഇതുള്ളത്. അപ്പോൾ ഞാൻ രാവിലെ എൻ്റെ കാര്യം കുളിക്കാൻ പോണതിന് മുമ്പായിട്ട് ഞാനിത് വേഗം തന്നെ കുടിച്ചു. വേഗം കുടിച്ചിട്ട് പിന്നെ ഇനിയിപ്പോൾ ബാക്കിയുള്ള കാര്യങ്ങൾ പോയിട്ട് ചെയ്യണമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷനും ഗിയറിങ് അപ്പിനും വേണ്ടിയിട്ട് വേഗം ഇത് കുടിച്ചങ്ങോട്ട് കുടിച്ച് തീർത്ത് കുളിയൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ തുടങ്ങുകയാണ് മക്കളെ. ഇതാണ് ഞാൻ വിനീസ് കിച്ചൻ്റെ എന്താണ് പറയുക, കേറ്ററിംഗ് സർവീസ് ആൻഡ് ഈവൻറ്റ് മാനേജ്മെൻറ്റ് കമ്പനിയുടെ നമ്മൾ ഒരുക്കിയ സദ്യ വിഭവങ്ങളുടെ സംഭവം. ഞാൻ 25 ഐറ്റമാണ് വിനീസ് കിച്ചണിലൂടെ കൊടുത്തിട്ടുണ്ടായിരുന്നത് ഇപ്രാവശ്യം. അച്ചാർ, ഇഞ്ചിപ്പുളി, നമ്മുടെ ചിപ്സ്, ശർക്കര ഉപ്പേരി, ചക്ക വറുത്തത്, പഴം, പിന്നെ ഉണ്ടാക്കിയത് നമ്മുടെ വൻപയർ ഇട്ടിട്ടുള്ള ഓലനില്ലേ, മറ്റേ ഇത് വെള്ളരി ഇട്ടിട്ടുള്ള ഓലൻ, പൈനാപ്പിൾ പച്ചടി, മറ്റേ സ്വീറ്റ് പച്ചടി അത് കൊടുത്തിട്ടുണ്ടായിരുന്നു, അത് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ പയർ മെഴുക്ക് വരട്ടി, അതേമാതിരി തന്നെ വെണ്ടയ്ക്ക കിച്ചടി, പിന്നെ ബീട്രൂട്ട് പച്ചടി. അപ്പോൾ എല്ലാവരും ഒരുപാട് പേർക്ക് ഹോം സ്റ്റൈലായിട്ടുള്ള കുക്കിംഗ് ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. ഇത് നമ്മുടെ കട്ടിപ്പരിപ്പ്, അതേമാതിരി തന്നെ പിന്നെ നമ്മൾക്ക് കട്ടിപ്പുളിശ്ശേരിയാണ് നമ്മൾ സെർവ് ചെയ്തിട്ടുണ്ടായിരുന്നത്. കട്ടിപ്പുളിശ്ശേരി, അതേപോലെ തന്നെ പിന്നെ ഉള്ളത് എന്താണെന്ന് വെച്ചാൽ കുറുക്ക് കാളൻ. അതിൽ കായ മാത്രമാണ് ഇട്ടിട്ട് കുറുക്ക് കാളൻ. പിന്നെ ക്യാബേജ് തോരൻ, അവിയൽ, കൂട്ടുകറി, പിന്നെ ഉണ്ടാക്കിയത് സാമ്പാർ,
അതേമാതിരി തന്നെ രസം, പിന്നെ രണ്ടാമത്തെ പായസം ഗോതമ്പ് പ്രഥമനായിരുന്നു. ഗോതമ്പ് പ്രഥമൻ കഴിഞ്ഞതിന് ശേഷം പിന്നെ നാട്ടിൽ നിന്ന് കൊണ്ടുവന്നിട്ടുള്ള പപ്പടം, ചോറ്, അതേമാതിരി പിന്നെ ഇല, ഓരോ ബോക്സിലും ഇലയുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ കിങ് ഓഫ് പായസംസ് എന്നുള്ളത് അടപ്രഥമനില്ലാതെ, പാലടപ്രഥമനില്ലാതെ എന്ത് വിഷു അല്ലേ. അപ്പോൾ അതും റെഡി ആയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒരു ബോക്സിൻ്റെ ഉള്ളിൽ കുത്തിത്തിരുകാതെ എല്ലാ കാര്യങ്ങളും വെച്ച് ഒരു ഇലയും വെച്ചിട്ടാണ് വിനീസ് കിച്ചൺ ഹോസ്പിറ്റാലിറ്റി ആൻഡ് മാനേജ്മെൻറ്റിൻ്റെ ഫസ്റ്റ് എന്താ പറയുക വിഷു സദ്യയുടെ ഇത് പോയത്. ഈശ്വരൻ്റെ അനുഗ്രഹം കൊണ്ട് തന്നെ നമ്മൾ അധ്വാനിക്കുന്ന നമ്മുടെ സിൻസിയറിറ്റിക്ക് അംഗീകാരം എന്തായാലും ഉണ്ടാവും എന്നുള്ളതിൻ്റെ ഉദാഹരണമാണ് എൻ്റെ ജീവിതം. നിങ്ങൾ തരുന്ന ഓരോ സപ്പോർട്ടിനും ഈ ഒരു സമയത്ത് ഞാൻ താങ്ക് യു പറയുകയാണ്. ഇത്രയും ഹാർഡ് വർക്ക് ആയിട്ടുള്ള രീതിയിൽ ജീവിതത്തിൽ ഒറ്റയ്ക്ക് ആ ഒരു ഡിസിഷൻ ആയിട്ടുള്ള രീതിയിൽ എടുത്ത് ഞാൻ മുന്നോട്ടേക്ക് പോവും, എൻ്റെ പാഷനെ കൊണ്ടുപോകും എന്ന് പറഞ്ഞ് ഒരു കമ്പനി തുടങ്ങി അതിനെ ഞാൻ നന്നായിട്ട് പ്രവർത്തിക്കാൻ പറ്റുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ആ ഒരു കോൺഫിഡൻസ് ലെവൽ വേറെ തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ സ്റ്റാർട്ടിങ് ഓഫ് ദ വീഡിയോയിൽ തന്നെ ഞാൻ പറഞ്ഞത്, ഈ കൊല്ലമെങ്കിലും എന്തെങ്കിലും നിങ്ങൾ മനസ്സിൽ വിചാരിച്ചിട്ടുണ്ട് എന്നുണ്ടെന്നുണ്ടെങ്കിൽ മുന്നോട്ടേക്ക് പോവുക. ആദ്യം ഒരു പേടി ഉണ്ടാവും, പക്ഷേ നിങ്ങൾ വർക്ക് ഹാർഡ് ചെയ്യാനും നിങ്ങൾ സിൻസിയറായിട്ട് ചെയ്യാൻ ഉദ്ദേശം ഉണ്ടെന്നുണ്ടെങ്കിൽ എന്തായാലും അത് നടക്കും.